ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പ് അടയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഗോതമ്പ് പൊടി, തേങ്ങ ചിരവിയത്, ശർക്കര, ജീരകം, ഏലക്കാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ ആണ് വേണ്ടത്. നമ്മൾ വെള്ളം നന്നായി ചൂടാക്കിയതിന് ശേഷം ഗോതമ്പ് പൊടിയിലേക്ക് ഈ വെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി എണ്ണ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കുക. കുഴച്ച് ഓരോ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുത്ത് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രസ്സിൽ ഉപയോഗിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് പ്രസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അത് പരത്തി കയ്യിൽ വെച്ചിട്ട് നന്നായി ഈ മിക്സ് ചെയ്ത സാധനങ്ങൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ചുരുട്ടി വെക്കാം. അത് എണ്ണ നന്നായി ചൂടാക്കിയിട്ട് അതിൽ പൊരിച്ചെടുക്കുക. ഗോതമ്പ് അട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് ശർക്കര, ആവശ്യത്തിന് ഉപ്പ്, ഏലക്കാപ്പൊടി, ജീരകം, പരത്താൻ ഉപയോഗിക്കാൻ പൊടി. ആദ്യം 1/2 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക. വെള്ളം ഒന്ന് നന്നായി തിളക്കണം എന്നില്ല, ഒന്ന് ചൂടായാൽ മതി. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്കത് നന്നായി മിക്സ് ചെയ്യാം. ആഡ് ചെയ്തതിനു ശേഷം കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കുക. കുഴക്കുന്നതിന് മുമ്പ് ഇത്തിരി എണ്ണ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചാൽ മതി. അപ്പോൾ നമുക്ക് പരത്താനുള്ള മാവ് ഇവിടെ റെഡിയായി. ഈ അടയിലേക്ക് വെക്കാനായിട്ട് നമുക്ക് മിക്സിയിൽ ആദ്യം തേങ്ങ ഇടുക, ശർക്കര, ആവശ്യത്തിന് ഇട്ടാൽ മതി, ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ. നമുക്ക് ഇത് നന്നായി അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ, ശർക്കര, ജീരകം, ഏലക്കാപ്പൊടി എല്ലാം കൂടി മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തതാണ് ഇത്. ഗോതമ്പ് പൊടി നന്നായി കുഴച്ചെടുത്തത്. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് പ്രസ്സിലും നമുക്ക് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ കല്ലിൽ വെച്ചിട്ട് ഇതേപോലെ ചെറിയ ഉണ്ടകൾ എടുത്തിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം. റൗണ്ട് ചെയ്ത് പരത്തിയതിന് ശേഷം നമുക്ക് ഒരു ചെറിയ എന്തെങ്കിലും മൂടി എടുത്തിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇത്ര റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് ഇങ്ങനെ നന്നായി പരത്തി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ അരച്ച് വെച്ചത് ഇതിലേക്ക് കുറേശ്ശെ അങ്ങനെ നീളത്തിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അങ്ങനെ ഇങ്ങനെ മടക്കി നന്നായി എണ്ണ തൊട്ടതിന് ശേഷം നന്നായി പ്രസ് ചെയ്യാം. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ മടക്കി വെക്കുക. മടക്കി താഴേക്ക് മടക്കി ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ അട എടുത്തിട്ട് ഇതിലേക്ക് ഇടാം.
നന്നായി ചൂടായാൽ നന്നായി മുരിഞ്ഞു വരുള്ളൂ. ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. നന്നായി ബാക്കിൽ മുരിഞ്ഞ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ബ്രൗൺ കളർ വന്നാൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. നന്നായി ബ്രൗൺ കളർ നമ്മളെ അട റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് ചെറുതായി കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ചിക്കന് ബീഫൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. മസാല എരിവ് വേണവർക്ക് എരിവിൽ ചെയ്യാം. നമ്മുടെ അട റെഡി ആയി കഴിഞ്ഞു. നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. വൈകിട്ട് ചായക്ക് ഉപയോഗിക്കാം. നല്ലൊരു സ്നാക്സ് ആയിട്ട് കഴിക്കാം. എല്ലാവർക്കും കഴിക്കാം. എല്ലാവർക്കും വളരെ ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.